നാരായണ 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 നാരായണ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർത്ഥോധ്യായ. രാജോവാച യാനി യാനീഹ കർമാണി യൈർയൈ സ്വച്ഛന്ദജന്മഭി ചക്രേ കരോതി കർത്താവാ ഹരിസ്ഥാനി ബ്രുവന്ധുന. ദ്രുമിള ഉവാച യോ വാ അനന്തസ്യ ഗുണാനനന്താനനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംസി ഭൂമിർഗണയേത് കഥഞ്ചിത് കാലേന ദൈവാഖിലശക്തിധാംനാ ഭൂതൈർയഥാ പഞ്ചഭിരാത്മസൃഷ്ടൈ പുരം വിരാജം വിരജയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷാഭിധാനമവാപനാരായണ ആദിദേവ യത്കായ ഏഷ ഭുവനത്രയസന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാമുഭയേന്ദ്രിയാണി ജ്ഞാനം സ്വത ശ്വസനതോ ബലമോജ ഈഹ സത്വാദിഭിः സ്ഥിതിരയോത്ഭവ ആദികർത്താ ആദാവഭൃച്ഛധൃതിരജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതോ കൃതപതിർദ്വിജധർമ്മസേതു രുദ്രോപ്യയായ തമസാ പുരുഷः സ ആദ്യ ഇത്യുത്ഭവസ്ഥിതിലയാ സതതം പ്രജാസു ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരഋഷിപ്രവരപ്രശാന്താം നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാര കർമ്മ യോധ്യാപി ചാസ്ത ഋഷിവര്യ നിഷേവിതാംഘ്രി ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഗൃക്ഷതീതി കാമം നയുക്തസഗണം സ ബദര്യുപാഖ്യം ഗത്വാപ്സരോ ഗണവസന്തസുമന്ദവാദൈ സ്ത്രീപ്രേക്ഷണേഷു വിരവിദ്യത തന്മഹിജ്ഞാ വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവ പ്രാഹപ്രഹസ്യ ഗതവിസ്മയ ഏജമാനൻ മാ ഭൈഷ്ടഭോ മദന മാരുത ദേവവധ്വോ ഗൃണ്ണീതനോ ബലമശൂന്യമിമം കുരുധ്വം ഇത്തം ബ്രൂത്യഭയതേ നരദേവദേവ സവ്രീഡനമ്രശിരസ സഘൃണം തമൂജു നൈതദ്വിഭോ ത്വയിവരേ വികൃതേ വിചിത്രം സുരാമധീരനികരാനതപാദപത്മേ ത്വാം സേവതാം സുരകൃതാ ബഹവോന്തരായ സൗഗോ വിലംഘ്യ പരമം വ്രജതാം പദം തേ നാന്യസ്യ ബർഹിഷി ബലീൻ ദദതസ്വഭാഗാൻ ദത്തേ പദം ത്വമവിദാ യദി വിഘ്നമൂർധ്നി ക്ഷുതൃത്രികാലഗുണമാരുതജൈഹ്യശൈന്യ നസ്മാനപാരജലധീനദിതീര്യ കേചിത് ക്രോധസ്യ യാന്തി വിഫലസ്യ വശം പദേ ഗുർമജ്ജന്തി ദുശ്ചരതപശ്ചാബൃഥോത്സൃജന്തി ഇതി പ്രഗൃണതാം തേഷാം സ്ത്രിയോത്യത്ഭുതദർശന ദർശയാമാസ ശുശ്രൂഷാം സർച്ചിതാ കുർവതീർ വിഭു തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയ ശ്രീരിവരൂപിണി ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യാഹതശ്രിയാ താനാഹ ദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതമാം വൃങ്ധ്വം സവർണാം സ്വർഗഭൂഷണാം ഓമിത്യാദേശമാദായ നത്വാ തം സുരവന്ദിന ഉർവശീമപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യാദിവം യയും ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം ഊജുർനാരായണബലം ശക്രസ്തത്രാസ വിസ്മിതാം ഹംസസ്വരൂപ്യവദച്യുതാത്മയോഗം ദത്തകുമാരർഷഭോ ഭഗവൻ പിതാനാം വിഷ്ണുഃ ശിവായ ജഗതാം കലയാവതീർണ സ്തേനാഹൃതാ മധുഭിദാ ശ്രുതയോ ഹയാസ്യേ ഗുപ്തോപ്യേ മനുരുളൌഷധയശ്ച മാത്സ്യേ ക്രൗഡേ ഹതോ ദിദിജ ഉദ്ധരതാംഭസക്ഷ്മാം കൗർമേ ധൃതോദ്രി രമൃതോന്മഥനേ സ്വപൃഷ്ടേ ഗ്രാഹാത് പ്രപന്നമിഭരാജ മമുഞ്ജതാർത്തം സംസ്തുന്യതോബ്ധിപതിതാൻ ശ്രമണാൻ ഋഷീംശ്ചാം ശക്രം ച വൃത്രവധതസ്തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോസുരഗൃഹേ പിഹിതാ അനാഥ ജഘ്നേ സുരേന്ദ്രമഭയായ സദാം നൃസിംഹേ ദേവാസുരേ യുധിജ ദൈത്യപദീൻ സുരാർത്ഥേ ഹത്വാന്തരേഷു ഭുവനാന്യതഥാത്കലാഭി ഭൂത്വാഥ വാമന ഇമാമഹരത് ബലേക്ഷ്മാം
യാഞ്ചാചലേന സമദാദതിതേ സുതേഭ്യാം നിക്ഷേത്രിയാമകൃത ഗാം ച ത്രിസപ്തകൃത്വോ രാമസ്തു ഹൈഹയകുലാപ്യയ ഭാർഗവാഗ്നി സോബ്ധിം ബബന്ധ ദശവക്ത്രമഹൻസലങ്കം സീതാപതിർജയതി ലോകമലഘ്നകീർത്തി ഭൂമേർഭരാവതരണായ യദുഷ്വ ജന്മാം ജാതകരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാതിർവിമോഹയതി യജ്ഞകൃതോ ദദാർഹാൻ ശൂദ്രാൻ കലോക്ഷിതി ഭുജോ നൃഷ്യദന്തേ ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗൽപദേ ഭൂരീണി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ഏകാദശസ്കന്ധേ ചതുർത്ഥോധ്യായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാഗണപതയേ നമാസം സരസ്വത്യേ നമ. ഏവർക്കും നമസ്കാരം. എല്ലാ ആചാര്യ ഗുരുക്കന്മാർക്കും സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. നമുക്കിന്നിവിടെ അനുസ്മരിക്കാനുള്ളത് ഏകാദശ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായമാണ്. ഏകാദശ സ്കന്ധത്തിലെ നിമി നവയോഗി സംവാദമാണല്ലോ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭാഗവത ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ കാണിച്ചു തന്നു, തൻ്റെ തന്നെ കുലമായാൽ പോലും അഹങ്കാരം വന്ന് തീർന്നാലോ അതിൻ്റെ ഫലം നാശമാണ് എന്ന് കാണിച്ചു തന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് തൻ്റെ കുലത്തിന് നാശം വരാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അതിനെ തടയാൻ വേണ്ടി ഒരുമ്പിട്ടില്ല. കാരണം എന്താണ്? ഭഗവാൻ തൻ്റെ അവതാരത്തിലൂടെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന് ലോകജനങ്ങൾക്ക് പാഠമാകാനായിട്ട് കാണിച്ചു കൊടുക്കുകയല്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ കാലാനുസരണമായിട്ടുള്ളതായ നാശത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ലോകര് അറിയണം. അതാണ് അവിടുത്തെ ആ മഹിമ. 2-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ കവി എന്ന മുനി ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചുകൊണ്ട് ഈ ലോകത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് പറഞ്ഞു. അവിടുത്തെ ഭാഗവതന്മാരുടെ അവിടെ തന്നെ എന്താ പറഞ്ഞത്? അതേ അധ്യായത്തിൽ തന്നെ ഭാഗവതന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് ഹരി എന്ന യോഗി മറുപടി കൊടുത്തു. 3-ാമത്തെ അധ്യായത്തിൽ മായയെക്കുറിച്ചാണ് ചോദിച്ചത് ചക്രവർത്തി. അതിന് മറുപടി കൊടുത്തത് അന്തരീക്ഷനായിരുന്നു. പിന്നീട് മായയെ എങ്ങനെ കടക്കാം, എങ്ങനെ അതിൽ നിന്നും ജയിക്കാമെന്നുള്ള ചോദ്യത്തിന് പ്രബുദ്ധൻ എന്ന യോഗി മറുപടി കൊടുത്തു. പരമാത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ പറയപ്പെടുന്ന ആ ശ്രീനാരായണൻ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ശ്രീനാരായണൻ്റെ ആദിനാരായണൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് പിന്നെ ഉണ്ടായത്. അതിന് പിപ്പിലായനൻ മറുപടി പറഞ്ഞു. പിന്നീട് ചിത്തശുദ്ധിക്ക് ഹേതുവായ കർമ്മയോഗത്തെ അറിയണം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം ആവിർഹോത്രൻ കൊടുത്തു. അങ്ങനെ 5 ചോദ്യങ്ങൾ 5 യോഗീശന്മാർ നൽകിക്കഴിഞ്ഞു. 4-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ 6-ാമത്തെ ചോദ്യമാണ് യാനി യാനീഹ കർമാണി സ്വച്ഛന്ദ ജന്മവി ചക്രേ കരോതി കർത്താവാം ഹരിസ്ഥാനി ഭ്രുവന്തുന.
ഭഗവാൻ ഏതേത് അവതാരങ്ങൾ എടുത്തിട്ട് ഏതേത് കർമ്മങ്ങൾ ചെയ്തു എന്നാണ് ഇവിടെ ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചത്? കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം പറഞ്ഞു ഭഗവാനെ പല തരത്തിൽ പൂജിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൂജിക്കണമെങ്കിൽ, സ്തുതിക്കണമെങ്കിൽ ഭഗവാന്റെ ഏതേത് രൂപങ്ങളുണ്ട്, ഏതൊക്കെ അവതാരങ്ങളുണ്ട് അറിയണമല്ലോ. അതാണ് ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പോൾ ദ്രുമിളൻ എന്ന യോഗിയാണ് ഇവിടെ മറുപടി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യം, ഇപ്പോൾ എന്തൊക്കെ അവതാരങ്ങളുണ്ടായി, ഇപ്പോഴത്തെ അവതാരങ്ങൾ ഇപ്പോഴെന്താണ് നടക്കുന്നത്, ഭാവിയിൽ എന്തൊക്കെ അവതാരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ദ്രുമളൻ മറുപടി കൊടുക്കേണ്ടത്, ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ ദ്രുമം പോലെ വളർന്നവൻ എന്നാണ് ദ്രുമളൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഒരുപാട് ലോക അനുഭവം അല്ലെങ്കിൽ പരിചയം ഒക്കെ ഉള്ള ആൾ, അതാണ് ദ്രുമിളൻ. അപ്പോൾ ലോകത്തോളം വളർന്നവൻ. നമ്മുടെ ലോകം, നമ്മുടെ മനസ്സ്, ശുഷ്കമായ മനസ്സിൽ ലോകം ചെറുതായിരിക്കും. ലോകത്തോളം വളർന്ന മനസ്സിൻ്റെ വ്യാപ്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ്രുമിളൻ്റെ മറുപടി എന്താണ്? യോവ അനന്തസ്യ ഗുണാനന്ദൻ അനുക്രമിഷ്യൻ സതുബാലബുദ്ധിഭി രജാംസി ഭൂമേർഗണയേത് കഥഞ്ചിത് കാലേന നൈവാഖില ശക്തിധാംന. ആ ഭഗവാന്റെ ഗുണഗണങ്ങളും അവതാരങ്ങളും കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെയധികം അനന്തമാണ്. ആർക്കാണ് അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുക? ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ ഈ മഹിമയെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പുറപ്പെട്ടാലോ? അവർ മന്ദബുദ്ധികളെ അങ്ങനെ ചെയ്യുകയാണ്. അവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ അവിടുത്തെ മഹിമ അറിയാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. കാരണം എന്താണ്? അവിടുത്തെ ആ മാഹാത്മ്യം അവർ അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ. ഇനി ഈ ഒരുപാട് കാലം വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഈ ഭൂമിയിലുള്ള മണൽത്തരികളിന് ഒരാൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചു എന്ന് വിചാരിച്ചോ? അത് ചിലപ്പോഴും നടന്നു എന്ന് വരാം. എന്നാൽ ഈ ഭഗവാന്റെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ കൊണ്ട് ലീലയാടുന്ന ആ ഭഗവത് മഹിമയുണ്ടല്ലോ, ആ ഗുണഗണങ്ങളെ അത് അസാധ്യമാണ്. അതിനെണ്ണി തിട്ടപ്പെടുത്തുക അസാധ്യമാണെന്നാണ് ദ്രുമിളൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിതാ സംക്ഷേപമായിട്ട് ഭഗവത് അവതാരങ്ങളെക്കുറിച്ച് പറയാം എന്നാണ് ദ്രുമിളൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവതാരത ഇതി അവതാരഹ, ലോകത്തെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ ഇറങ്ങി വരുന്നതാണ് അവതാരം. ഇന്ദ്രിയഗോചരമല്ലാത്ത ബോധസ്വരൂപമായ ആ ചൈതന്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ബ്രഹ്മം, അത് ലോകർക്ക് അനുഭവ യോഗ്യമാകുന്ന രീതിയിൽ ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവതാരം. അപ്പോൾ പ്രപഞ്ച നന്മക്കായിട്ട് ഇവിടെ ഉണ്ടാകുന്നതെല്ലാം ഓരോരോ കാലഘട്ടത്തിൽ ഇന്നും അത് തുടരുന്നുണ്ടാകാം, നമുക്കത് അറിയുന്നില്ല. പ്രപഞ്ചത്തിന് ഗുണം ചെയ്യുന്ന ഏതേത് പുതിയ പുതിയ സംഗതികൾ ലോകത്ത് നടക്കുന്നുണ്ടോ അതൊക്കെ വേണമെങ്കിൽ അവതാരങ്ങളായിട്ട് കണക്കാക്കാം. അതുകൊണ്ടാണ് ഇതിനൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് പറയുന്നത്. ഓരോരോ ജന്മങ്ങളിൽ ചെയ്യുന്ന പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമായുള്ള പ്രാരബ്ധ കർമ്മങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോലുള്ള ജീവൻ വീണ്ടും വീണ്ടും രൂപമെടുക്കുന്നത്. അങ്ങനെ രൂപമെടുക്കുന്നത് ജനനം ആണ്. അങ്ങനെ ജനിക്കുന്നതിന് നാശവുമുണ്ട്. ഈ നാശരഹിതനായിട്ടുള്ളതായ ഭഗവാൻ അങ്ങനെയാണോ? അല്ല. കർമ്മബന്ധങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതനാൻ ആണ് ഈ ഭഗവാൻ. പിന്നെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ലീലാരൂപേണ പ്രത്യക്ഷപ്പെടുന്നു മനുഷ്യനെ സഹായിക്കാൻ, ലോകത്തെ സഹായിക്കാനായിട്ട്. അതാണ് അവതാരം. അപ്പോൾ ജീവന്മാരെ ഉദ്ധരിക്കുക എന്നതാണ് അവതാര ലക്ഷ്യമെങ്കിൽ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് രൂപമെടുക്കുന്നത് ജീവികളുടെ ജന്മം എന്ന് വേണം പറയാം. അവതാരങ്ങൾ പല തരത്തിലുണ്ടെന്ന് പറയാം നമുക്ക്. അത് ഗുണാവതാരം, അംശാവതാരം, കലാവതാരം, ലീലാവതാരം. അതിൽ നിർഗുണനായ ആ ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ സത്വരജസ് തമോ ഗുണങ്ങളെ സ്വീകരിക്കുന്നത് ഗുണാവതാരം. അപ്പം ആ ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് മനുഷ്യർക്ക് ഇന്ദ്രിയഗോചരമാകുമ്പോൾ അല്ലെങ്കിൽ അനുഭവയോഗ്യമാകുമ്പോൾ അതൊരവതാരമായി. അതാണ് ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. ദേവന്മാരും ഋഷികളും മനുക്കളും തുടങ്ങിയ ആ സമൂഹമുണ്ടല്ലോ, അത് അംശാവതാരങ്ങൾ.
പിന്നീട് ജീവജാലങ്ങൾ, അതൊക്കെ കലാവതാരത്തിൽപ്പെടും. പിന്നെ മത്സ്യക്കുറുമാതി ദശ അവതാരങ്ങൾ, അതോ ഭഗവാന്റെ ലീലാവതാരങ്ങളാണ്. ഇവിടെ ദ്രുമള യോഗീശ്വരൻ ആദ്യം പറയുന്നത് വിരാടിൻ്റെ അവതാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ദ്രുമളൻ പറഞ്ഞു, ആ ആദിനാരായണ മൂർത്തിയായിട്ടുള്ളതായ ഭഗവാൻ ഭൂതേർയഥാ പഞ്ചവിരാത്മസൃഷ്ടൈ, തൻ്റെ ആ മഹാശക്തിയെ പ്രകാശിപ്പിച്ചു എന്നാണ് ഭഗവാൻ. എങ്ങനെ പ്രകാശിപ്പിച്ചു? പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ആദ്യം. ആ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാണപ്പെടുന്നതും അല്ലാത്തതുമായ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ഭഗവാൻ നിർമ്മിച്ചു. ആ ജഡരൂപമാണ് ആദ്യം നിർമ്മിച്ചതായ ആ ബ്രഹ്മാണ്ടം. അതിനെ പ്രവർത്തിക്കണമെങ്കിലോ പ്രവർത്തനോന്മുഖമാക്കാനായിട്ട് ഭഗവാൻ സ്വാംശം കൊണ്ട് അതിൽ അന്തര്യാമിയായിട്ട് പ്രവേശിച്ചു. അപ്പോൾ ജഡമായ ബ്രഹ്മാണ്ടത്തെ പ്രവർത്തിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന ആ ചൈതന്യം, അത് പുരുഷൻ. ആ വിവിധമായിരിക്കുന്നതായ അസംഖ്യം ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചവനാകയാൽ ആ ബ്രഹ്മ അംശത്തെ വിരാട് പുരുഷൻ എന്നറിയപ്പെട്ടു. ഇതാണ് ആദ്യത്തെ അവതാരം, പുരുഷാവതാരം. അങ്ങനെ അരൂപനായിരിക്കുന്ന ഭഗവാൻ ജീവികൾക്ക് ദൃഷ്ടിഗോചരമായിട്ട് പല വിധങ്ങളായിട്ട് കാണപ്പെടുന്ന ഈ ആദ്യ അവതാരം വഴി ജീവജാലങ്ങളുടെയൊക്കെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ളതായ ഭൂമി നമുക്ക് കിട്ടി. ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണാമെങ്കിൽ അതിനെ പ്രവർത്തിച്ചുകൊണ്ട് ഉള്ളിൽ അഭേദമായിട്ട് വിളങ്ങുന്ന ആ ചൈതന്യത്തെ നമുക്ക് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ സാധിക്കുമോ? സാധിക്കുന്നതല്ല. അതിനെയാണ് ബോധവസ്തു അല്ലെങ്കിൽ ആത്മാവ്, പരമാത്മാവ്, ചൈതന്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാം ചലിക്കുന്നതോ ആ പുരുഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ബ്രഹ്മാണ്ടമാകുന്ന പുരത്തിൽ അന്തര്യാമിയായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പുരുഷൻ, പുരത്തിൽ ശയിക്കുന്നവന് പുരുഷൻ. അതാണ് വിരാട് പുരുഷൻ്റെ അവതാരം. ത്രിലോകങ്ങളും ഭഗവത് ശരീരമാകുന്ന വിരാട് പുരുഷനാണ് എന്നും അവിടെ പറഞ്ഞു. പ്രാണികളുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത് ആ വിരാടിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണത്രേ. ജീവികൾ വ്യഷ്ടി ശരീരങ്ങളും വിരാട് പുരുഷൻ സമഷ്ടി ശരീരവുമാണ്. ഈ വിരാടിൻ്റെ പ്രാണനിൽ നിന്നും ദേഹികൾക്ക് ദേഹശക്തി, മനഃശക്തി, ക്രിയാശക്തി ഒക്കെ ഉണ്ടായി എന്നും അവിടെ പറഞ്ഞു. ഭഗവാൻ സത്വരജസ് തമസ് ഇങ്ങനെയുള്ള 3 ഗുണങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ളതായ ഗുണങ്ങൾ കൊണ്ട് ദൃശ്യപ്രപഞ്ചത്തിൽ സ്ഥിതി, നാശം, സൃഷ്ടി എന്നിവയൊക്കെ നടത്തുന്നുണ്ട്. അതിനാൽ ഭഗവാൻ നിമിത്ത ഉപാദാന കാരണസ്വരൂപനായി ആദികർത്താവായിട്ട് വിളങ്ങുന്നു എന്ന് ദ്രുമളൻ അവിടെ പറഞ്ഞു. പിന്നീട് പറയാണ്, ആദിനാരായണൻ ആയിരിക്കുന്ന സൃഷ്ടിക്കൾക്ക് മുമ്പ് ആദ്യമേ ഉണ്ടായിരിക്കുന്നതാണ് ആദിനാരായണൻ. ആ ആദിനാരായണൻ രജോ ഗുണം കൊണ്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മാവായിട്ട് ഭവിച്ചു. രജോ ഗുണം പ്രവൃത്തി സ്വരൂപമാണ്. സൃഷ്ടി അപ്പോഴല്ലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിർമ്മലമായ സത്വഗുണത്തെ അവലംബിച്ചപ്പോഴോ പ്രപഞ്ചരക്ഷക്കായിട്ട് ഫലദാതാവും ബ്രഹ്മജ്ഞാനി, ധർമ്മം എന്നിവയുടെയൊക്കെ പാലകനുമായിട്ടുള്ളതായ വിഷ്ണുവായിട്ട് ഭവിച്ചു ആരും. അപ്പോൾ നിലനിൽപ്പ്, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വിഷ്ണുവായിട്ട് സത്വപ്രധാനിയായിട്ട് ജനിച്ചു. ഓരോരുത്തരുടെയും വാസനാബലങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ സ്വയം രൂപപ്പെടും എന്നും അവിടെ പറഞ്ഞു. അപ്പോൾ ജന്മമല്ല വർണ്ണത്തിന് അടിസ്ഥാനം, വാസനാബലമനുസരിച്ച് സ്വയം രൂപപ്പെടുന്നു എന്നതാണ്. അവരവരുടെ അഭിരുചി അനുസരിച്ചുള്ള കർമ്മങ്ങളാൽ ഓരോരോ വർണ്ണങ്ങളിൽ അവർ സ്വയം പ്രവേശിക്കുന്നു. ഭഗവാനല്ല നമുക്കുള്ള വർണ്ണം നിശ്ചയിക്കുന്നത് എന്നുള്ള മഹത്തായ ഒരു സന്ദേശവും കൂടെ അവിടെ പറയുന്നുണ്ട്. തമോ ഗുണത്തെ അംഗീകരിച്ചുകൊണ്ട് ഭഗവാൻ രുദ്രനായിട്ട് അവതരിച്ചു ഈ ഭഗവാൻ. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മാദികൾ നിമിത്തമായിട്ട് പ്രജകളിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ
യാതൊരാളുടെ കൽപ്പന അനുസരിച്ചിട്ട് ആണോ നടക്കുന്നത്, അതാണ് പുരുഷമൂർത്തിയായിട്ടുള്ളതായ ഭഗവാൻ. ഈ 3 അവതാരങ്ങൾ ഗുണാവതാരങ്ങളും ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നീട് നരനാരായണമൂർത്തിയുടെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ധർമ്മപ്രജാപതിയുടെ പത്നിയും ദക്ഷ പ്രജാപതിയുടെ പുത്രിയും ആയ മൂർത്തി ദേവിയിൽ ഭഗവാൻ പരമശാന്തനും ഋഷിശ്രേഷ്ഠനുമായിട്ടുള്ളതായ നാരായണമൂർത്തിയായിട്ട് അവതരിച്ചു. നരനാരായണൻ എന്ന ഈ മൂർത്തി കർമ്മബന്ധം ഇല്ലാതാക്കുന്ന ആത്മതത്വം നാരദാദികൾക്ക് ഉപദേശിക്കുകയും സ്വയം അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് സ്വയം അനുഷ്ഠിക്കുന്നതാണ് ഇവിടുത്തെ പ്രാധാന്യം ഈ നാരായണമൂർത്തിയുടെ. അപ്പോൾ ആ മുനി ഇന്നും ഋഷീശന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ലോകഹിതാർത്ഥം ബദരിയിൽ ആത്മധ്യാന നിരതനായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അന്ന് മൂർത്തി അവതരിച്ച സമയത്ത് കഠിന തപസ് ചെയ്യുന്നു. അപ്പോൾ ആരാണോ തപസ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ദേവേന്ദ്രന് ഭയമുണ്ടാവും. കാരണം തൻ്റെ പദം തട്ടിയെടുക്കുമെന്നുള്ള ഭയം. അപ്പോൾ അവിടെ പറയാണ്, ഇന്ദ്രോ വിശങ്ക്യ മമധാമ ജിഗിക്ഷീതി കാമം ന്യയുക്തസഗണം സബദര്യുപാഖ്യം ഗത്വാപ്സരോ ഗണവസന്തസുമന്തവാദൈ ശ്രീപ്രേഷണേഷു വിരവിദ്യതന്മഹിജ്ഞാ. ഈ നാരായണമൂർത്തിയുടെ ശക്തമായിട്ടുള്ള തപസ് കണ്ടപ്പോൾ തന്നെ ആ ഇന്ദ്രന് പരിഭ്രമം വന്നു തുടങ്ങി. ഭയം, അസൂയൊക്കെ ഈ ദേവേന്ദ്രൻ്റെ സ്വഭാവമാണ്. ആരാണോ നല്ലത് ചെയ്യുന്നത് അപ്പോഴും ഭയം വരും. അപ്പോൾ തൻ്റെ ഇന്ദ്രപദം തട്ടിയെടുക്കും എന്നുള്ള ഭയം കലശലായി ഇന്ദ്രന്. ആ മഹർഷി ഈ ഇന്ദ്രപദം വളരെ വളരെ തുച്ഛാണ്, അദ്ദേഹം ശാന്തിയിലങ്ങനെ മുഴുകിയിരിക്കുന്നതാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്ദ്രന് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ ഇന്ദ്രൻ്റെ കുശുമ്പും അസൂയയും ഭയവും അങ്ങനെ മൂത്ത് കാമദേവനെ കൊണ്ട് അപ്സര സ്ത്രീകളോടൊപ്പം ആശ്രമത്തിൽ കഴിച്ചു എന്നാണ്. എന്തിനാ? അവിടെ തപസ് മുടക്കണം. നമുക്ക് പല ചരിത്രങ്ങളിലും കാണാം, തപസ് മുടക്കാനായിട്ട് അപ്സര സ്ത്രീകളെ അയക്കും. ഇതൊക്കെ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ആ നാരായണമൂർത്തിയുടെ മഹത്വം അറിയാതെ ഭഗവാന്റെ തപസ് മുടക്കാനായിട്ട് ആ അപ്സരസ്സുകൾ അവിടെ നൃത്യങ്ങൾ ആരംഭിച്ചു. ആ അപ്സരസ്സുകളുടെ മനോഹരമായ കടാക്ഷങ്ങളാകുന്ന കാമാസ്ത്രങ്ങൾ ആ ഋഷിക്ക് നേരെ പ്രയോഗിച്ചു. 18 അടവും പയറ്റി. ആ ഋഷിക്കുണ്ടോ വല്ല മാറ്റവും? അദ്ദേഹത്തിൽ ഒരു കാമവും ഉണർത്താൻ സാധിച്ചില്ല. അദ്ദേഹം കൂടുതൽ ശാന്തനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഇരുന്നു. ആ മഹർഷി കാമത്തെ ജയിച്ചവനല്ലേ. അപ്പോൾ ഒരുപാട് സമയം പല പല വേലകളും കാണിച്ചെങ്കിലും ഇതൊന്നും ആ ഭഗവാന്റെ അടുത്തിൽ വിലപ്പോവില്ല എന്ന് കാമദേവന് മനസ്സിലായി. അവസാനം ഇനിയിപ്പോൾ അവരെന്താ, അവർക്ക് ഭയം വന്നു. ആർക്ക്? മന്മഥാദികൾക്ക് ഇനി ഈ നാരായണമൂർത്തിയിൽ നിന്ന് തിരിച്ച് ശാപം കിട്ടുമെന്നുള്ള ഭയം ഉണ്ടായി. അപ്പോൾ ആദിദേവനായിട്ടുള്ളതായ ഭഗവാൻ മനസ്സിലായി ഈ ഇന്ദ്രൻ്റെ പണിയാണ് ഇത് എന്നൊക്കെ. കാമാസ്ത്രം ഒക്കെ അയച്ചിട്ടും ഇത്രയും സ്ത്രീകളെ വന്ന് നൃത്തം ചെയ്തിട്ടും എനിക്ക് തെല്ലും ഒരു മാറ്റം ഉണ്ടായില്ല എന്നുള്ള അഹങ്കാരമൊന്നും ആ ദേവനുണ്ടായില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ചിരിയാണ് വന്നത്. ആ ശാന്ത സ്വഭാവം, ഒരു ഭാവഭേദവും കൂടാതെ നിർവികാരനായിട്ട് ആ മുനി ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ അപ്സരസ്സുകൾ ഞെട്ടി വിറക്കുകയാണ് ചെയ്തത്. ഭയവിഹ്വലരായി അവർ. കാരണം മുനിയല്ലേ, ശാപം തീർച്ചയാണ്. ഈ മുനി എന്തു ചെയ്തു? ഈ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്മഥാദികളുടെ ആ മുഖഭാവവും ഭയമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, അവരുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് കരുണയോട് കൂടിയിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിച്ചിട്ട് തിരിച്ചു പോകുമെന്നും വേണ്ട. അല്ലയോ കാമദേവ, മാരുത, ദേവസ്ത്രീകളെ, നിങ്ങൾ ആരായി ഭയക്കുന്നത്? നിങ്ങൾ എൻ്റെ അതിഥികളല്ലേ. ആതിഥ്യം സ്വീകരിച്ച് ഈ ആശ്രമത്തെ നിങ്ങൾ ധന്യമാക്കുകയാണ് വേണ്ടത്. നാരായണ മൂർത്തിയിൽ നിന്നും ശാപം പ്രതീക്ഷിച്ച ഈ മന്മഥാദി അപ്സരസ്സുകൾ അത്ഭുതപ്പെട്ടു അത് കേട്ടിട്ട്. ഇത്രയും ക്ഷമയോ?
ഇത്രയും കാരുണ്യവും മഹിമയും അവരെ അത്ഭുതപ്പെട്ടു. അപ്പോൾ അവരവരുടെ കഴിവുകൾ മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല, അനുഗ്രഹിക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഈ ഋഷിയുടെ അവതാരത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുവാണ്. അതിന് നേരെ തിരിച്ചുള്ളതാണ് ഇന്ദ്രൻ ചെയ്യുന്നത്. അപ്പോൾ നാരായണമൂർത്തിയുടെ സമചിത്തതയും അഭയം നൽകുന്ന ആ ഭാവമൊക്കെ കണ്ടിട്ട് ആ ദേവഗണങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തി, എന്നിട്ട് ദയക്കായിക്കൊണ്ട് യാചിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സ്വാമി, അങ്ങ് മായാവിമുക്തനാണ്, നിർവികാരനാണ്, ആത്മാരാമനാണ്. പക്ഷേ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളിതാ വൈകിപ്പോയി. അവിടുത്തെ ഞങ്ങൾ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അവിടുത്തെ ഈ കാരുണ്യം അതിശയപരമാണ്. ഈ കാരുണ്യം അവിടുത്തെ എല്ലാത്തിനും കാമത്തെ ജയിച്ച അങ്ങക്ക് ഈ വിധം കരുണയൊക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അങ്ങ് അതിന് യോഗ്യനാണ്. അപരാധികളോടുള്ള ഈ കാരുണ്യം, കാരുണ്യാമൃതം, അതവിടുത്തെ മാഹാത്മ്യം തന്നെ. അവിദ്യയിൽ നിന്നും അകന്നു നിൽക്കുന്നതിനാൽ കാമക്രോധാദികളൊന്നും അങ്ങയുടെ മനസ്സിനെ വികൃതപ്പെടുത്തുന്നില്ല. അതിനാൽ ആത്മാരാമന്മാരായ ധീരന്മാർ പോലും അങ്ങയുടെ പത്മങ്ങളെ വണങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം അങ്ങയുടെ ഈ മഹത്വം തന്നെ. ഞങ്ങളിപ്പോൾ ഈ ചെയ്തൊക്കെ അവിവേകമാണ്, ഞങ്ങളുടെ അത് സ്വഭാവമാണ്. അങ്ങ് ഞങ്ങളുടെ സ്വഭാവമായതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവൃത്തിയിലും ആശ്ചര്യമില്ല. അങ്ങയെപ്പോലുള്ള ഭക്തന്മാരെ ഉപദ്രവിക്കാനായിട്ട് ഉള്ള ആയുധമാണ് ഞങ്ങൾ, ദേവേന്ദ്രൻ്റെ ആയുധമാണ്. അപ്പോൾ ആ ദേവേന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങയുടെ ഭക്തന്മാർ ഞങ്ങളുടെ സ്വർഗത്തെ വേണ്ടെന്ന് വെച്ച് അങ്ങയുടെ ആ പരമപദത്തെ തേടി പോകുന്നുണ്ട് പലരും, പല ഭക്തന്മാരും. അതിനൊക്കെ ദേവന്മാർ വിഘ്നമുണ്ടാക്കുന്നു ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികളിലൂടെ. സ്വർഗം കാക്ഷിക്കുന്നവർക്ക് യാഗാദി കർമ്മങ്ങൾ ചെയ്യുക വഴി അവർ ദേവന്മാർക്ക് യജ്ഞഭാഗം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങളെ ഇന്ദ്രൻ തടസ്സപ്പെടുത്തുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം, വർഷം, കാറ്റ്, ജിഹ്വ, ശിഷ്ണം തുടങ്ങിയവ കൊണ്ട് അനുഭവിക്കേണ്ട വിഷയഭോഗങ്ങളെ കടക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളത് സമുദ്രം പോലെ ദുർഘടമാണ്. ഞങ്ങൾക്കൊണ്ട് സാധ്യമല്ല. എന്നാൽ ചില തപസ്സുകൾ ഇതൊക്കെ ജയിച്ചവരുണ്ട്. അവർക്ക് മറികടന്നെങ്കിലും അവർക്ക് അപ്പോൾ അഹങ്കാരം വരും. അപ്പം അങ്ങനെ അഹങ്കാരം വരുമ്പോഴോ പശുക്കുട്ടിയുടെ കുളമ്പ് തട്ടി ഉണ്ടാകുന്ന കുഴിയിലുള്ള വെള്ളത്തിൽ പോലും അവർ മുങ്ങിച്ചാകാൻ പോകും. കാരണം അവരുടെ അഹങ്കാരം അവരുടെ ആ തപശക്തിയെ മുഴുവൻ നശിപ്പിച്ചു, വ്യക്തമാക്കിയെന്നർത്ഥം. അങ്ങനെ ആ ദേവാദികൾ ആ നാരായണമൂർത്തി അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് ആ നാരായണമൂർത്തി എന്ത് ചെയ്തു? സർവാലങ്കാര ഭൂഷിതകളായിട്ട് സർവാഭരണങ്ങളാൽ അലങ്കൃതമായിട്ടുള്ളതായ അത്ഭുത സൗന്ദര്യമുള്ള ആരുടെയും ഹൃദയത്തെ അപഹരിക്കുന്ന ദിവ്യ സ്ത്രീകളെ തൻ്റെ യോഗബലത്താൽ സൃഷ്ടിച്ചു. ആ ദിവ്യ സ്ത്രീകൾ ആ ഭഗവാനെ അങ്ങനെ പരിചരിക്കുന്നു. മഹാലക്ഷ്മിയെപ്പോലെ സുന്ദരികളായിട്ടുള്ളതായ ആ ദിവ്യ സ്ത്രീകളെ കണ്ട് ദേവകിങ്കരന്മാരായ മന്മഥാദികൾ വളരെയധികം ലജ്ജിച്ചു എന്നാണ്. കാരണം ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ സ്ത്രീക്ക് പോലും തുല്യമല്ല ഈ അപ്സര സ്ത്രീകൾ എന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങൾ ഇപ്പം എന്തായി? സൗന്ദര്യവിഹീനരായി എന്ന് അവർക്ക് സ്വയം ബോധ്യം വന്നു. അങ്ങനെ അപകർഷതാബോധത്തിൽ മുങ്ങി അപ്സര സ്ത്രീകൾ. സൂര്യൻ്റെ പ്രകാശത്തിൽ ദീപപ്രഭ മങ്ങൂല്ലേ, അതുപോലെ മന്മഥൻ്റെയും അപ്സരസ്സുകളുടെയും ഒക്കെ സൗന്ദര്യം അവിടെ നിസാരമായി, നിഷ്പ്രഭമായി
ആ സ്ത്രീകളുടെ മഹത്വം കൊണ്ട്. അപ്പോൾ ദേവവൃന്ദം നിസ്തേജസ്സരായിട്ട് ഭവിച്ചു എന്നാണ്. പ്രത്യക്ഷപ്പെട്ട ദിവ്യ സ്ത്രീകളിൽ നല്ല സുഗന്ധമുണ്ട്. അവരുടെ ശരീരത്തിൽ തട്ടിവിടുന്നതായ വായു ഉണ്ടല്ലോ, കാറ്റ്, ആ സൗരഭ്യം മന്മഥാദികൾ അനുഭവിച്ചപ്പോൾ അവർ മോഹിതരായി. അവർ തെറ്റു മനസ്സിലാക്കി ആ നാരായണമൂർത്തിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ പ്രസന്നവദനായിട്ടുള്ളതായ ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളിൽ ഏറ്റവും നിങ്ങൾക്ക് യോജിക്കുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളെ ഒരാളെ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടെ സ്വർഗത്തിന് അലങ്കാരമായിട്ട് തീരും അവർ. അങ്ങനെ അവർ നോക്കിയപ്പോൾ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ദിവ്യ സ്ത്രീകൾ ഉണ്ടല്ലോ, അതിലൊരാളെ നോക്കുമ്പോൾ പോലും അപ്സര സ്ത്രീകളെക്കാൾ എത്രയോ സൗന്ദര്യം കൂടിയ സ്ത്രീയായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീയെ കൂട്ടി അവരെ മുൻപിൽ നടത്തിക്കൊണ്ട് അവർ ദേവലോകത്തേക്ക് പോയി. അവരാണ് പിന്നീട് ഉർവശി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ കാമം കൊണ്ട് കീഴടക്കാൻ മന്മഥാദികൾ എത്തിയപ്പോഴോ അവരെക്കാൾ വലിയ കാമമുണ്ടാക്കുന്ന സ്ത്രീകളെ ചുറ്റും ഉണ്ടായിട്ട് പോലും അതിനൊന്നും അടിമപ്പെടാത്ത ആ നാരായണമൂർത്തി കാമത്തെ ജയിച്ച തൻ്റെ ആ മഹത്വത്തെ ദേവന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. മന്മഥാദികൾ ഉർവശിയെ മുൻനിർത്തിക്കൊണ്ട് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. ആ സംഘം ദേവലോകത്ത് ഇന്ദ്രസദസ്സിലെത്തി അപ്സരസ്സുകളെ കൊണ്ട് ഏതൊരു മഹാനെ മോഹിപ്പിക്കാനായിട്ടാണോ ആ നാരായണമൂർത്തിയുടെ ആശ്രമത്തിലേക്ക് ദേവേന്ദ്രൻ തൻ്റെ ശിങ്കിടികളെ അയച്ചത്, എന്നിട്ട് അവിടുന്ന് തിരിച്ചു കിട്ടിയ ആ ഉർവശി എന്ന സുന്ദരിയെ ദേവേന്ദ്രൻ കണ്ടപ്പോൾ നാണം. കാരണം ഈ ദേവലോകത്തിലുള്ള സുന്ദരികളൊന്നും അവർക്കൊപ്പം എത്തില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ആ നാരായണമൂർത്തിയുടെ മഹത്വം ഇന്ദ്രൻ തിരിച്ചറിഞ്ഞത്. നാരായണ മഹർഷിയുടെ ആ അതിരുകളില്ലാത്ത തപശക്തി, അതുപോലെ കാരുണ്യം, പ്രഭാവം, അങ്ങനെയുള്ളതായ ശ്ലാഘനീയമായിട്ടുള്ള ഗുണങ്ങൾ ആ ദേവന്മാരെല്ലാം കൂടി ഇന്ദ്രനെ പറഞ്ഞു കേൾപ്പിച്ചു. തൻ്റെ അപരാധം തിരിച്ചറിഞ്ഞ ദേവേന്ദ്രൻ പിന്നീട് ഭയപ്പെട്ടു. കാരണം ഇനി ആ മുനിയിൽ നിന്നും വല്ല ശാപം ഉണ്ടാവോ, എങ്കിലും അതുണ്ടായില്ല. കാരണം നാരായണമൂർത്തി അത്ര പരമശാന്തനാണ്. അതിനുശേഷം ഹംസാവതാരത്തെപ്പറ്റി ദ്രുമിളൻ പറയാണ്. അച്യുതൻ ഹംസസ്വരൂപനായിക്കൊണ്ട് അവതരിച്ച് സനകാദി മുനിമാർക്ക് ആത്മതത്വം ഉപദേശിച്ചതായിട്ട് പറഞ്ഞു. അതിനുശേഷം ദത്താത്രേയ മുനിയായിട്ടും സനത്കുമാര മഹർഷിയായിട്ടും ഞങ്ങളുടെ പിതാവായ ഋഷഭനായിട്ടും അവതരിച്ചതായിട്ട് ദ്രുമിളൻ പറഞ്ഞു. വേദത്തെ അപഹരിച്ച മധുവെന്ന അസുരനെ ഭഗവാൻ ഹയഗ്രീവനായിട്ട് അവതരിച്ച് അവനെ സംഹരിച്ച് വേദത്തെ വീണ്ടെടുത്തു. മത്സ്യമായിട്ട് അവതരിച്ച് പ്രളയജലത്തിൽ നിന്ന് സത്യവ്രതനെയും ഭൂമിയെയും ഔഷധികളെയും രക്ഷിച്ചായ കാര്യം അവിടെ പറഞ്ഞു. വരാഹ അവതാര കാലത്ത് ഭൂമിയെ സമുദ്രജലത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ എന്ന മഹാ അസുരനെ വധിച്ചു. അമൃതമഥനം സമയത്ത് കൂർമാവതാരം എടുത്തുകൊണ്ട് ഭഗവാൻ ആ പാൽക്കടലിൽ മുങ്ങിപ്പോയ മന്ദരപർവ്വതത്തെ തൻ്റെ പൃഷ്ഠഭാഗം കൊണ്ട് താങ്ങി നിർത്തിയ കഥയും പറഞ്ഞു. ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഹരിയായിട്ടും അവതരിച്ചു. സമുദ്രജലം പോലെ പശുക്കുളമ്പടി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പല പല തപസന്മാരെ, അതുപോലെ ബ്രഹ്മഹത്യാ പാപമേറ്റ ദേവേന്ദ്രനെ, പിന്നീട് അസുരന്മാർ തടവിലാക്കിയ ദേവസ്ത്രീകളെ ഒക്കെ പല പല ഘട്ടങ്ങളിലായിട്ട് ഭഗവാൻ ബഹുവിധ അവതാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മോചിപ്പിച്ചു. സജ്ജനങ്ങൾക്കും പ്രഹ്ലാദനും അഭയം അരുളാനായിട്ട് നരസിംഹാവതാരം എടുത്തുകൊണ്ട് അസുരചക്രവർത്തിയായ ഹിരണ്യകശിപുവിനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്നും അവിടെ ദ്രുമിളൻ പറഞ്ഞു കൊടുത്തു. മന്വന്തരങ്ങളിൽ പല അസുരപ്രധാനികളെയും നിഗ്രഹിക്കുകയും പല അവതാരങ്ങളിലൂടെ ലോകങ്ങളെ പരിപാലിച്ചതായിട്ടും പറഞ്ഞു കൊടുത്തു. വാമനനായിട്ട് അവതരിച്ചിട്ട് 3 മണ്ണ് യാചിച്ചുകൊണ്ട്
ഭൂമിയെ മഹാബലിയിൽ നിന്നും അപഹരിച്ച് ദേവന്മാർക്ക് നൽകി. പിന്നീട് പരശുരാമനായിട്ടും ശ്രീരാമനായിട്ടും അവതരിച്ച് ലോകങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ആ രാമാവതാര കാലത്താണ് ഈ ചോദ്യം ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ജന്മരഹിതനായിട്ടുള്ളതായ ഭഗവാൻ ഭൂഭാരം തീർക്കാനായിട്ടതാ യാദവന്മാരുടെ കുലത്തിൽ ഒരാളായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും. എന്നിട്ട് അത്ഭുത ലീലകൾ നിർവഹിക്കും, ലോകത്തെ സന്തോഷിപ്പിക്കും, മനം കവരും ലോകജനങ്ങളുടെ എന്നൊക്കെ പറഞ്ഞു. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ കൽക്കിയായിട്ട് അവതരിച്ചുകൊണ്ട് ഭോഗലംബടന്മാരായിട്ടുള്ളതായ രാജവേഷം കെട്ടി നടക്കുന്ന തെമ്മാടികളെ ഇല്ലായ്മ ചെയ്യും. ദ്രുമള യോഗീശ്വരൻ ഇങ്ങനെ ആ ഭഗവാന്റെ അവതാര കഥകളെ വളരെയധികം ചുരുക്കി സംക്ഷിപ്തമായിട്ട് അങ്ങനെ പറഞ്ഞു. ആ ഭഗവാന്റെ അനന്തതയെപ്പറ്റി വർണ്ണിച്ച ആ നിമി ചക്രവർത്തിയെ എങ്ങനെ ഒക്കെ ഭഗവാനെ പൂജിക്കാം, എങ്ങനെ ആരാധിക്കാം, എങ്ങനെ സ്തുതിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെ പല പല അവതാരങ്ങളിലുള്ള ഭാവത്തിൽ ഭഗവാനെ പൂജിക്കാമെന്ന്. അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് ഉള്ളത് എന്നറിയണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഈ അവതാരങ്ങളെ സംക്ഷിപ്തമായിട്ട് ദ്രുമള യോഗീശ്വരൻ പറഞ്ഞു കൊടുത്ത് അതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഭഗത് പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഹരയേ നമഃ.